കോഴിക്കോടേക്ക് മുക്കം പീഡന ശ്രമക്കേസിലെ പ്രതി ദേവദാസിനെ തെളിവെടുപ്പിനായി ലോഡ്ജിൽ എത്തിയ സമയത്ത് ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധം അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്നലെ യൂത്ത് കോൺഗ്രസും പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ബിജെപി യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ, യൂത്ത് കോൺഗ്രസിന് പുറകെ ബിജെപിയും, അതായത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ള ഒരു വിഷയമുണ്ട്. ഏത് തരത്തിലാണ് അവിടെ പ്രതിഷേധം? അപർണ, ഈ സങ്കേതം ഹോട്ടലിലേക്ക് ബിജെപി പ്രവർത്തകർ മാർച്ച് നടത്തി അവർ അതിന്റെ മുന്നിൽ പ്രതിഷേധിക്കുകയായിരുന്നു. ഈ സമയത്താണ് പ്രതിയുമായി പോലീസ് ഈ സങ്കേതത്തിന് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് തെളിവെടുപ്പിനായി എത്തിയത്. തൊട്ടു പിന്നാലെ ഇപ്പോൾ ബിജെപി പ്രവർത്തകർ ഈ വാഹനം കടന്നു പോകുന്ന സ്ഥലത്ത്, ഈ സങ്കേതത്തിനും ഈ കെട്ടിടത്തിനും ഇടയിലുള്ള സ്ഥലം ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവിടെ പ്രതിഷേധം തീർക്കുന്നു. പോലീസ് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. തെളിവെടുപ്പ് നടക്കുന്നതിനിടയിൽ ബിജെപിയുടെ പ്രതിഷേധം. സങ്കേതം ഹോട്ടലിലേക്ക് ബിജെപി മാർച്ച് നടത്തിയിരിക്കുന്നു. അനീഷ, രാഷ്ട്രീയ വിഷയമായിട്ടെങ്കിലും കണ്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടന്നാൽ സ്വാഭാവികമായിട്ടും പോലീസിന് അതൊരു സമ്മർദ്ദം തന്നെയാണ്. അപ്പോഴും ബിജെപി ഇത് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ സ്വാധീനമുണ്ട് ഈ കേസിനകത്ത് എന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ഈ നിമിഷം വരെ? അങ്ങനെ ഒരു രാഷ്ട്രീയ സ്വാധീനത്തെ കുറിച്ചുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉള്ളത്. അവർ ഈ സങ്കേതം ഹോട്ടലിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് മാർച്ച് നടത്തുന്നത്. അവരുടെ വഴി മുടക്കിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബിജെപി പ്രവർത്തകർ ഈ സങ്കേതത്തിനും ഈ താമസ സ്ഥലത്തിനും ഇടയിലുള്ള ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവർത്തകർ അവിടെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. നമുക്ക് എന്തായാലും ആ ബിജെപി പ്രവർത്തകരോട് തന്നെ ചോദിക്കാം. അവരുടെ ഈ പ്രതിഷേധത്തിന്റെ കാരണം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അവരോട് തന്നെ ആരായാം എന്താണ് ഈ കാര്യങ്ങളിൽ ഒരു വീഴ്ച വന്നത്, പോലീസ് എന്തുകൊണ്ട് വീഴ്ച വരുത്തി, മറ്റു ഭരണപരമായ എന്തെങ്കിലും സ്വാധീനം ഇക്കാര്യത്തിൽ ഉപയോഗിച്ചെന്ന കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ആ സമയത്തിനകം ചോദിച്ചറിയാം. അവരിവിടേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. മാർച്ച് നടത്തുന്ന ആ പ്രവർത്തകർ ഇവിടെ തന്നെ നിൽക്കുന്ന കാഴ്ച നമുക്ക് അവരോട് കാര്യങ്ങൾ ഇതിലെന്തെങ്കിലും രാഷ്ട്രീയപരമായ സ്വാധീനം ചെലുത്തിയതായി 100% ഉറപ്പല്ലേ രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് എന്ന്? രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് ഇതുപോലൊരു സ്ഥലത്ത് അയാൾക്ക് ഇതുപോലൊരു കെട്ടിടം പോലും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഇതുപോലൊരു പ്രദേശത്ത് 4 സ്റ്റാർ പദവിയുള്ള ഒരു മോട്ടൽസ് വരാൻ സാധ്യതയായത്. 4 ദിവസമായിട്ട് ഇയാൾ ഇല്ലല്ലോ പിക്ചറിൽ. പോലീസിന്റെ അടുത്ത് പോകുന്ന സമയത്ത് വളരെ ഉദാസീനമായ നിലപാടാണല്ലോ പറയുന്നത്. കുട്ടി പറയുന്നു ഞാനിതാ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടിയതാണ് എന്ന് 3 തവണ മൊഴി കൊടുത്തിട്ടും പോലീസുമായി ബന്ധമുണ്ടെന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്. CPM സംരക്ഷിക്കാതെ ഇവർക്ക് പോലീസിന് ഉണ്ടാവില്ലല്ലോ. CPM-ആയിട്ട് ബന്ധമുണ്ട് എന്ന് 100% ഉറപ്പാണല്ലോ. CPM-ന്റെ സംരക്ഷണയിൽ കഴിയാണ് പ്രതിക്കുള്ള CPM സംരക്ഷണം നിങ്ങൾക്ക് നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാലോ. അയാൾ CPM ആണ്, CPM-ന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ പോലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോവാത്തത്. ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ അയാളെ രക്ഷിക്കാനുള്ള ഒരു നാടകമായിട്ടാണ് ഞങ്ങളെ സംബന്ധിച്ച് തോന്നിയിട്ടുള്ളത്. അതാണ് ഈ ബിജെപി പ്രവർത്തകരുടെ ഒരു ആരോപണം. കാരണം ഈ പാതയോരത്ത് ഒരു 4 സ്റ്റാർ ഹോട്ടൽ നിർമ്മിക്കാൻ ഈ പ്രതിക്ക് എങ്ങനെ കഴിഞ്ഞു?
CPM-കാരനാണ് ഈ പ്രതിയെന്ന ആരോപണമാണ് ഇപ്പോൾ BJP മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് നടപടിക്രമങ്ങൾ പോലും അട്ടിമറിക്കപ്പെടാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ ഇവിടേക്ക് വന്നതെന്ന ആരോപണവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഈ പ്രതി CPM-കാരനാണോ എന്നറിയാൻ പ്രാദേശികമായി അന്വേഷിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ BJP പ്രവർത്തകർ ആരോപിക്കുന്നത്. ഒരു രാഷ്ട്രീയ ആരോപണമായാണ് ഇപ്പോൾ BJP മുന്നോട്ട് വന്നിരിക്കുന്നത്. അനീഷ, കോൺഗ്രസ് ആ തരത്തിലുള്ള ഒരു ആരോപണം ഈ നിമിഷം വരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പലതരം രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് ഇയാളുടെ സാമ്പത്തിക BJP ആണ് ഈ പ്രതിക്ക് CPM-മായി ബന്ധമുണ്ടെന്ന ആരോപണം മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രാദേശിക തലത്തിൽ CPM-മായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ദേവദാസൻ എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ മണിക്കൂറുകളിലെ അല്ലെങ്കിൽ ആദ്യ ദിനങ്ങളിലെ നടപടിക്രമവും ഇഴഞ്ഞു നീങ്ങിയത് എന്ന ഒരു ആരോപണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അനുബന്ധ നടപടിക്രമങ്ങൾ പോലും അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തങ്ങളുടെ സ്വാധീനം അല്ലെങ്കിൽ തന്നെ തങ്ങളുടെ സാന്നിധ്യം ഈ തെളിവെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവിടെ തങ്ങളുണ്ടാവാൻ കാരണമെന്ന് പറയുന്നു. ഇപ്പോൾ നേരത്തെ പുറത്താണ് പ്രതിയെ ഇറക്കിയത്. അതിനുശേഷം പോലീസ് അകത്തേക്ക് പോവുകയായിരുന്നുവെങ്കിൽ ഇത്തവണ ഈ പുറത്തെ പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് വാഹനം ഈ വീട്ടിനുള്ളിലേക്ക് കടത്തിയിരിക്കുന്നു. പ്രതിയെ ആ വീട്ടിൽ വെച്ച് തന്നെ വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് പോലീസ് ഉള്ളത്. വലിയ പോലീസ് സന്നാഹം ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പ്രതിയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അയാളുമായി ഇപ്പോൾ പോലീസ് സംഘം പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച ആ വശത്തൂടെ വരുന്നുണ്ട്. ദേവദാസൻ ആ വാഹനത്തിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. അയാളുമായി അല്പസമയത്തിനകം വാഹനം പുറത്തേക്ക് വരും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിലെത്തി ഒരു യുവതിയെ, ജീവനക്കാരിയായ 24 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും പ്രാണരക്ഷാർത്ഥം ആ കുട്ടി മുകളിൽ നിന്ന് താഴേക്ക് ചാടി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിൽ അതിക്രമിച്ച് കയറുക, സ്ത്രീത്വത്തെ അപമാനിക്കുക, ശാരീരികമായി ക്ഷതമേൽപ്പിക്കുക തുടങ്ങിയ അടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വേണ്ടിവന്നാൽ കൂടുതൽ കുറ്റങ്ങൾ ഈ പ്രതിക്കെതിരെ ചുമത്തും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യ നടപടിക്രമം എന്ന രീതിയിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു, പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതിനുശേഷം സംഭവം നടന്ന സ്ഥലത്തെത്തി ഏതാണ്ട് അരമണിക്കൂറിലധികമായി ഇവിടെ എത്തിയിട്ട് വളരെ വിശദമായ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു. പുറത്തുള്ള ആ മുൻവശത്ത് ആ പെൺകുട്ടി വീണുകിടന്ന സ്ഥലത്താണ് ആദ്യം പ്രതിയെ കൊണ്ടുപോയത്. അതിനുശേഷം വീടിന്റെ പിൻവശത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം പെൺകുട്ടി മുകൾ നിലയിൽ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും ചാടിയത് എങ്ങനെയാണെന്നും മറ്റുമൊക്കെ പ്രതി പോലീസിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടിരുന്നു. ഇപ്പോഴും പ്രതി കുറ്റം സമ്മതിക്കുന്നുണ്ടോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അതോ താൻ മുൻപ് ഉന്നയിച്ചിരുന്ന വാദമുഖങ്ങളിൽ അതേ രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? ഈ പെൺകുട്ടിയുടെ പെരുമാറ്റ ദൂഷ്യമടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പുകമറ തീർക്കാനുള്ള ശ്രമങ്ങൾ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ നീക്കങ്ങൾ അതേപടി ആവർത്തിക്കുകയായിരുന്നു എന്ന ആ സംശയമാണ് ഇപ്പോഴും ബാക്കിയാവുന്നത്. എന്തായാലും പ്രതിയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് വാഹനം ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടത്തിയ ശേഷം പ്രതിയുമായി പോലീസ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ, താഴെ BJP പ്രവർത്തകർ അവരുടെ പ്രതിഷേധം തീർക്കുന്ന സാഹചര്യം, അവിടേക്കാണ് പ്രതിയുമായി പോലീസ് കാത്തു നിൽക്കുന്നത്. അവിടേക്കാണ് പോലീസുമായി പ്രതിഷേധക്കാർ വീണ്ടും ഈ വാഹനത്തിന് നേരെ ചാടി വീഴാനുള്ള സാധ്യതകളൊക്കെ തള്ളിക്കളയാൻ കഴിയില്ല. പോലീസ് വാഹനം പ്രതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. ഒരു വശത്ത് പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ശക്തമായ പോലീസ് ബന്ദോബസ്ത് ഒരുക്കിയിട്ടുമുണ്ട് ഇവിടെ. കൂവി വിളിച്ചുകൊണ്ടുകൂടി പ്രതി ശിവദാസനെ തെളിവെടുപ്പിന് ശേഷം പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ച. BJPയുടെ മാർച്ച്. ഈ പ്രതി ശിവദാസന് CPM ബന്ധമുണ്ട് എന്നുള്ള ആരോപണം കൂടി BJPയുടെ ഭാഗം ഉയരുകയാണ്. മുഖം പീഡന ശ്രമക്കേസിലെ പ്രതി ദേവദാസിനെ സങ്കേതം ഹോട്ടലിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. 2 പ്രതികൾ റിയാസും സുരേഷും ഇപ്പോഴും പിടിയിലായിട്ടില്ല. ഉടൻ പിടിയിലാകുമെന്നുള്ള ആത്മവിശ്വാസം പോലീസ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ പ്രതി CPM-കാരനാണ്. അതുകൊണ്ടാണ് ഈ 4 ദിവസം കേസിൽ ഇത്രയും കാലതാമസം, പ്രതി അറസ്റ്റ് ചെയ്യാൻ കാലതാമസം വന്നതെന്നുള്ള ആരോപണവുമായി BJP രംഗത്ത് വരുന്നു. BJP യൂത്ത് കോൺഗ്രസും പോലീസ് സ്റ്റേഷനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തിരിക്കുന്നു. MS ഹരീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്.